മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ തമ്പുരാൻ സ്വർഗാരോപിതനാകുന്നതിന് മുമ്പ് ശിഷ്യ സമൂഹത്തെ അടുത്ത് വിളിച്ച് നൽകിയ കൽപ്പനയാണിത്. നമുക്ക് ഓരോരുത്തർക്കും ഇന്നും ഈശോ തമ്പുരാൻ നൽകുന്ന ദർശനവും കൽപ്പനയും ഇത് തന്നെയാണ്. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നാം പ്രേക്ഷിതരായി വർത്തിക്കണം. വൈദികരാകട്ടെ, സമർപ്പിതരാകട്ടെ, ആത്മായ സഹോദരങ്ങളാകട്ടെ, ഈശോയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു മിഷണറിയായിട്ട്, ഒരു പ്രേക്ഷിതനായിട്ട്, ഒരു പ്രേക്ഷിതയായിട്ട് വർത്തിക്കണമെന്നർത്ഥം. അത് വാക്കുകളിൽ മാത്രം പോരാ. വചനത്തെ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ മാത്രം പോരാ, മറിച്ച് ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കുന്ന പ്രേക്ഷിതരായിട്ട് വർത്തിക്കുവാനായിട്ട് തയ്യാറാകണം. പോട്ട ആശ്രമം കഴിഞ്ഞ 29 വർഷങ്ങളായിട്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് വഴികാട്ടിയായിട്ട് ഈ കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകായിരങ്ങൾക്ക് ഇവിടെ വന്ന് അനുഗ്രഹങ്ങൾ നേടാൻ, ജീവിത നവീകരണം നേടാൻ, വരാൻ കഴിയാത്തവർക്ക് ഓൺലൈനിലൂടെ ദിവ്യാനുഗ്രഹങ്ങൾ നേടാൻ അവസരം നൽകിക്കൊണ്ടിരിക്കുന്ന വിൻസെൻഷ്യൻ സമർപ്പിതര വൈദികരോട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടെ നമുക്ക് ഈ പോട്ട കൺവെൻഷൻ സെൻറ്റർ ആരംഭിക്കുകയും നാളിതുവരെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് വഴികാട്ടിയായിട്ട് ദർശനം നൽകുകയും വചനം വ്യാഖ്യാനിച്ചു നൽകുകയും ചെയ്യുന്ന വിൻസെൻഷ്യൻ വൈദികരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ഈ രൂപതാതിർത്തി ജനിച്ചു വളർന്ന് തിരുക്കുടുംബ സമർപ്പിത സമൂഹം രൂപപ്പെടുത്തി ലോകമെമ്പാടും കുടുംബ പ്രേക്ഷിതത്വം നിർവഹിക്കുവാനായിട്ട് ദർശനം നൽകിയ പ്രേക്ഷിതയാണ്. ഈ അടുത്ത നാളുകളിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിത വിശുദ്ധി മനസ്സിലാക്കി അത് സ്ഥിരീകരിച്ച് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഡിഗ്രി ഒപ്പിട്ട് കഴിഞ്ഞു. എന്താണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയിൽ വിളങ്ങി നിന്ന പുണ്യം? വചനത്തെ ജീവിതം കൊണ്ട്, വചനത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കാനായിട്ട് തയ്യാറായി. ഈ കൺവെൻഷൻ ഇന്നിവിടെ നടക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തോട് ഈ പോട്ടാശ്രമത്തിൽ നിന്നും അറിയിക്കുന്ന സന്ദേശം ഇതാണ്: നാം എല്ലാവരും ജീവിതം കൊണ്ട് പ്രേക്ഷിത ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. അത് പുരോഹിതർക്കോ സമർപ്പിതർക്കോ മാത്രം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദർശനമല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതം കൊണ്ട് വചനത്തിന് സാക്ഷ്യം വഹിക്കണം, വചനത്തിന് വ്യാഖ്യാനം നൽകണം. നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഹൃദയത്തില്, നിങ്ങളുടെ ഹൃദയത്തില്, നമ്മുടെ ഹൃദയത്തില് ദൈവം വസിക്കുന്നുണ്ടോ?
നമ്മുടെ വീടുകളിൽ ദൈവമുണ്ടോ? നമ്മുടെ സന്യാസ സമൂഹങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ രൂപതയിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രവർത്തന മേഖലയിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ആതുരാലയങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ടോ? അപരിചിതനായൊരു സഞ്ചാരി ഒരു വീടിൻ്റെ മുമ്പിൽ വന്ന് വാതിലിൽ മുട്ടി. വീട്ടമ്മ വന്ന് വാതിൽ തുറന്നു. ആ സഞ്ചാരി വീട്ടമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടില് ദൈവം താമസിക്കുന്നുണ്ടോ? അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. അമ്മ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് വേണ്ടത്? വീണ്ടും ആ സഞ്ചാരി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നീണ്ട യാത്രയുടെ ക്ഷീണത്തോടെ വീണ്ടും ആ സഞ്ചാരി ചോദിച്ചു, അമ്മേ, ഈ വീട്ടിൽ ദൈവം വസിക്കുന്നുണ്ടോ? അമ്മയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മ വാതിൽ കൊട്ടിയടച്ച് അകത്തോട്ട് പോയി അപ്പച്ചനോട് എന്ന് പറഞ്ഞു, ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു, വീടിൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നു, അമ്മേ, ഇവിടെ ദൈവം വസിക്കുന്നുണ്ടോ? അപ്പച്ചൻ ചോദിച്ചു, നിനക്ക് പറയാമായിരുന്നില്ലേ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്? നിനക്ക് പറയാമായിരുന്നില്ലേ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരംശം ഞങ്ങൾ പാവപ്പെട്ടവരോട് പങ്കുവെക്കുന്നുണ്ട്? നിനക്ക് പറയാമായിരുന്നില്ലേ ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്? ഇന്ന് നമ്മോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ദൈവം നമ്മുടെ വീട്ടിൽ വസിക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ സമൂഹങ്ങളിൽ വസിക്കുന്നുണ്ടോ? ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ കൺവെൻഷൻ ദിനങ്ങളിൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്നുള്ള ആഹ്വാനം സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ, ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്കൊരാത്മപരിശോധന നിർവഹിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്ന കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതമാണ്. കല്യാണ വിരുന്നില്, സന്തോഷത്തിൻ്റെ ദിവസത്തിൽ ആ കുടുംബം ഈശോയെ ക്ഷണിക്കാൻ മറന്നില്ല. ഈശോയെ ക്ഷണിക്കാൻ മറന്നില്ല. ഈശോയും ശിഷ്യരും അമ്മയോടൊപ്പം ആ വീട്ടിൽ വന്നു. ഈശോ ആ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് അവർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് അവർ വിളിച്ചത്. പലപ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരുമ്പെടുന്നത് നാം കേൾക്കാറുണ്ട്. എന്നാൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ഐശ്വര്യം ഉണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ, വിജയം ഉണ്ടാകുമ്പോൾ ഈശോ കൂടെയുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടോ? നമ്മോട് ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തെ ഓർമ്മിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. 5-6 വാക്യങ്ങൾ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തെ ശ്രദ്ധാലുവാണ്. അവിടുന്ന് എൻ്റെയും നിങ്ങളുടെയും കാര്യത്തെ ശ്രദ്ധാലുവാണ്. കഷ്ടതയുടെ കാലത്തും ഐശ്വര്യത്തിൻ്റെ കാലത്തും കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് പരിശ്രമിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള കാര്യം മറക്കരുത്. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രേക്ഷിതരായിട്ട് വർത്തിക്കാൻ കഴിയുള്ളൂ. ഉള്ളിൽ നിന്നുള്ള തീഷ്ണമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയുള്ളൂ. മദർ തെരേസ
ഈ ഉള്ളിൽ നിന്നുള്ള ഈ തീഷ്ണതയാണ് അപരനിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, തെരുവുകളിലേക്ക്, ആരാൽ ഉപേക്ഷിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ജീവിതം കൊണ്ട് വചനത്തെ വ്യാഖ്യാനിക്കണമെന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ എളിയവരിൽ ഒരുവന് അതെനിക്കാണ്. ഈ എളിയവരിൽ ഒരുവന്, അത് വിശക്കുന്നവനാകട്ടെ, ദാഹിക്കുന്നവനാകട്ടെ, പാർപ്പിടമില്ലാത്തവനാകട്ടെ, നഗ്നനാകട്ടെ, കാരാഗൃഹത്തിൽ വസിക്കുന്നവനാകട്ടെ, അവന് ചെയ്തു കൊടുക്കുന്ന നന്മ അത് എത്രയും ചെറുതായാലും, ഒരു ഗ്ലാസ് വെള്ളമാകാം, ഒരു പുഞ്ചിരിയാകാം, ആശ്വാസമാകുന്ന ഒരു വാക്കാവാം, അത് ദൈവത്തിന് കൊടുക്കുന്ന നന്മയാണ്. മദർ തെരേസ ഗംഗാ നദിയുടെ ക്രോസ് ചെയ്യുന്ന പാലത്തുമേക്കോടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട സാരിയുടുത്ത സ്ത്രീ ഗംഗാ നദിയുടെ പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ച് നിൽക്കുന്നു. പലരും അതിലൂടെ കടന്നു പോകുന്നു. ആരും ആ സ്ത്രീയെ ശ്രദ്ധിച്ചില്ല. ഗർഭിണിയായിട്ടുള്ള, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ. മദർ തെരേസ ഒന്നുകൂടെ നോക്കി. മദർ തെരേസയ്ക്ക് സംശയം തോന്നി, ഇവൾ നിൽക്കുന്നത് ഗംഗാ നദിയുടെ സൗന്ദര്യം ആസ്വദിക്കാനല്ലല്ലോ, എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ എന്ന പോലെ അവൾ നിൽക്കുന്നു. മദർ തെരേസ വാഹനം നിർത്താൻ പറഞ്ഞു. ഇറങ്ങി. അപ്പോഴേക്കും അവൾ പുഴയിലേക്ക്, നദിയിലേക്ക് ചാടാനായിട്ട് ഒരുമ്പെട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അവളുടെ സാരിത്തുമ്പിൽ മുറുക്കി പിടിച്ചു. അവൾ ചാടിയെങ്കിലും സാരിത്തുമ്പിൽ മുറുക്കി പിടിച്ചുകൊണ്ട് നദിയിലേക്കല്ല വീണത്, പാലത്തുമ്പിലേക്കാണ് വീണത്. അവളെ പെട്ടെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. മദർ തെരേസയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി, എന്തിനിത്? ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുമ്പെട്ട എന്നോട് എന്തിന് നീ ഇത് ചെയ്യണു? മദർ തെരേസ സ്നേഹത്തോടുകൂടെ അവളെ തലയോടി. അങ്ങനെ സ്നേഹത്തോടുകൂടെ, വാത്സല്യത്തോടുകൂടെ അവളോട് ചോദിച്ചു, നിനക്കെന്തു പറ്റി? നിനക്കെന്തു പറ്റി? അല്പം സാവകാശത്തിന് ശേഷം അവൾ പറഞ്ഞു, ഞാനൊരു അവിവാഹിതയായ സ്ത്രീ, പൂർണ്ണ ഗർഭിണിയാണ്. അവിഹിത ബന്ധത്തിൽ നിന്നും വിവാഹം ചെയ്യാൻ വാഗ്ദാനം നൽകി, പക്ഷേ അവൻ കടന്നു കളഞ്ഞു, ചതിച്ചു, വഞ്ചിച്ചു. സമൂഹം എന്നെ കുറ്റക്കാരിയായിട്ട്, അപരാധിയായിട്ട് നാമകരണം ചെയ്തു. ഇനി എനിക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല എൻ്റെ ജീവിതത്തിൽ. മദർ തെരേസ അവളെ ആലിംഗനം ചെയ്ത് തൻ്റെ വാഹനത്തിൽ കയറ്റി തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. മദറിനോട് അവളെല്ലാം തുറന്നു പറഞ്ഞു. അവൾക്കൊരു പ്രതീക്ഷയുടെ, അവൾക്കൊരു ജീവിതത്തിൽ അർത്ഥത്തിൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കാൻ മദർ തെരേസ ശ്രമിച്ചു. പുതിയൊരു ജീവിതപാത കണ്ടെത്താൻ മദർ തെരേസ അവളെ പ്രേരിപ്പിച്ചു. അപരൻ്റെ ആവശ്യങ്ങളിലേക്ക് എല്ലാം മറന്ന് സ്വന്തമെന്ന ചിന്തയോടെ കടന്നു ചെല്ലുവാനുള്ള മനസ്സ് മദർ തെരേസ കാണിച്ചു. കാനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധ മറിയം ചെയ്ത പ്രവർത്തനവും ഇത് തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധ അമ്മ മനത്തറിഞ്ഞു, ആ കുടുംബത്തിന് അപഹാസ്യമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കാൻ പോകുന്നു.
പലരും വീട്ടുടമസ്ഥനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും, കലവറക്കാരനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. മുറുമുറുപ്പുകൾ എങ്ങുമുണ്ട്. ദുഃഖം മണത്തറിഞ്ഞ പരിശുദ്ധ അമ്മ ഉടനെ തന്നെ മകന്റെ അടുത്ത് പോയി പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈ പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് ആ കുടുംബത്തെ ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിച്ചത്. കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള വലിയ മനസ്സ് ജീവിതത്തിൽ ഉണ്ടാകണമെന്നർത്ഥം. പരിശുദ്ധ അമ്മ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. നല്ല പ്രേക്ഷിതനാകണമെന്നുണ്ടെങ്കിൽ, നല്ല പ്രേക്ഷിതയാകണമെന്നുണ്ടെങ്കിൽ കണ്ടറിഞ്ഞ് മറ്റുള്ളവരെ, അപരൻ്റെ ദുഃഖം കണ്ടറിഞ്ഞ് അവനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുക. കണ്ടറിഞ്ഞ് അവൻ്റെ സന്തോഷം കാണുമ്പോൾ അവനെ അഭിനന്ദിക്കാനുള്ള മനസ്സുണ്ടാകുക. സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക. ഹൃദയ ഫലകത്തിൽ അത് രേഖപ്പെടുത്തുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയും സൽകീർത്തിയും നേടും. ആരോട് വിശ്വസ്തത പുലർത്തേണ്ടത്? അത് ദൈവത്തോട്. ആരോട് കാരുണ്യം കാണിക്കേണ്ടത്? അത് മനുഷ്യനോട്. നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ നമുക്ക് കഴിയും. നമ്മുടെ സഹോദരങ്ങളോട് കാരുണ്യത്തോടുകൂടെ പെരുമാറാൻ നമുക്ക് കഴിയും. പരിശുദ്ധ അമ്മയെപ്പോലെ അപരൻ്റെ ആവശ്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലാൻ മനസ്സ് കാണിക്കണം. നല്ല സാമറിയക്കാരൻ്റെ കഥയിൽ പുരോഹിതൻ്റെയും ലേവായൻ്റെയും മനോഭാവങ്ങളല്ല നാം അനുകരിക്കേണ്ടത്, മറിച്ച് നല്ല സാമറിയക്കാരൻ്റെ മനോഭാവം. ആവശ്യക്കാരൻ ചോദിച്ചു വരട്ടെ എന്ന മരവിച്ച മനോഭാവം നമുക്കൊന്ന് മാറ്റിയെടുക്കണം. മറ്റുള്ളവൻ നമ്മുടെ കാൽ കീഴിൽ വന്ന് താണു വീണ് ചോദിക്കട്ടെ എന്നുള്ള മനസ്സു മാറ്റി അപരൻ്റെ ദുഃഖം കാണുമ്പോൾ കയറിച്ചെന്ന് അവനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ. ആവശ്യപ്പെട്ടില്ലെങ്കിലും അത്യാവശ്യമെന്ന് മനസ്സിലാക്കുന്നിടത്ത് സാമറിയക്കാരനെ പോലെ കണ്ടറിഞ്ഞ് മുറിവുണക്കാൻ, സത്രത്തിൽ കൊണ്ടെന്നാക്കാൻ, പരിചരിക്കാനുള്ള നല്ല മനസ്സുണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ കേരളം ആത്മഹത്യകൾക്ക് പേര് കേട്ട ഒരു നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്യുന്നു, യുവതിയുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നു, കുടുംബനാഥന്മാരും നാഥകളും ആത്മഹത്യ ചെയ്യുന്നു. കൂട്ടാത്മഹത്യകൾ പെരുകി വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരാശ്വാസവാക്ക് പറഞ്ഞാൽ എത്രയോ പേര് നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ എത്രയോ പേര് ആത്മഹത്യകളിൽ നിന്നും നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയില്ലേ? ഒരു സഹായഹസ്തം നീട്ടാൻ നമുക്കുമാകില്ലേ? ഒരാശ്വാസവാക്കോ സഹായഹസ്തമോ ഒരു പ്രോത്സാഹനമോ കൊടുക്കാൻ നമുക്കായിക്കൂടെ? എന്തേ നമുക്ക് പ്രേക്ഷിതരാകാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പേര് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, HIV പോസിറ്റീവായിട്ടുള്ള രോഗികൾ, വിവിധങ്ങളായിട്ടുള്ള പനികളിൽപ്പെട്ട് രോഗബാധിതരായിട്ട് കഴിയുന്നവർ, പ്രളയത്തിൽ ജീവിതം നശിച്ചവർ,
നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒരുപാട് പേര് ഇപ്രകാരം ദുഃഖത്തിൽ കഴിയുന്നവര് നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്കും ഒരാശ്വാസ വാക്ക് കൊടുക്കാൻ, നമ്മൾ കഴിയുന്ന വിധത്തിൽ സഹായഹസ്തം നീട്ടുവാൻ നമുക്ക് കഴിഞ്ഞാൽ, കണ്ടറിഞ്ഞ് സഹായിക്കാനായിട്ട് മനസ്സ് കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ നിർവഹണമാകാം. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു നിസ്സംഗതാ മനോഭാവം. എല്ലാത്തിനോടും ഒരു നിസ്സംഗതാ മനോഭാവം. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്ക് ബാധകമല്ല എന്നുള്ള ചിന്ത, ഞാനത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്ത, ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്ന് കായേല് ആബേലിനെ കുറിച്ച് പറഞ്ഞ അതേ മനോഭാവം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവനവനിസം, ഇൻഡിവിജ്വലിസം. ഞാൻ മാത്രം, എനിക്ക് മാത്രം, എൻ്റെ കാര്യം അതുമാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള ചിന്ത. വീഞ്ഞില്ലെങ്കിൽ, വീഞ്ഞ് തീർന്നു പോയാൽ അത് അവൻ്റെ ആവശ്യമാകട്ടെ. അവൻ അവഹേളിതനായാൽ അതിൽ സന്തോഷിക്കുന്നവനായി മാറുന്നവരേറെ പേരുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയെപ്പോലെ കയറിച്ചെന്ന് ഗുരുവിനോട്, ഈശോയോട് പറയാൻ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല. അവരുടെ കാര്യത്തിൽ നീ ഇടപെടണം. അവരെ ദുഷ്കീർത്തിയിൽ നിന്ന് സത്കീർത്തിയിലേക്ക് നയിക്കാൻ നിന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറയാനുള്ള മനസ്സുണ്ടാകണം. ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് സമാധാനം കിട്ടാൻ എന്തു ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അവനെ കൊണ്ടുപോയി ജനലയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, നീ ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ എന്ത് കാണുന്നു? അവൻ നോക്കിയപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്നവര്, റോഡിൻ്റെ അരികിൽ യാചിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ, യാത്ര ചെയ്ത് പോകുന്നവര് വേറെ ചിലര്, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതെല്ലാം ഗുരുവിനോട് വിവരിച്ചു. ഗുരു ശിഷ്യനെ കൊണ്ടുവന്ന് ബാത്റൂമിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ബാത്റൂമിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയിലേക്ക് നോക്കാൻ പറഞ്ഞു. നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രതിരൂപം കാണുന്നു. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നിനക്ക് സമാധാനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നീ കണ്ണാടിയിലൂടെ നോക്കുന്നത് മാറ്റിയിട്ട് ജനലിലൂടെ, ഗ്ലാസ്സിലൂടെ നോക്കാനായിട്ട് ശ്രമിക്കുക. നിന്നെ തന്നെ കാണുന്നത് മാറ്റിയിട്ട് അപരനെ കാണാനായിട്ട് നോക്കുക. അപരന്റെ കാര്യങ്ങളിലേക്ക് നീ ശ്രദ്ധയിരിക്കുക. നിന്റെ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കുക. കണ്ണാടിയിൽ നിന്ന് മാറി ജനലിലൂടെ നീ ദർശിക്കാനായിട്ട് ശ്രമിച്ചാൽ നിനക്ക് സമാധാനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നത്തെ ഒരു പ്രത്യേകത, മറ്റുള്ളവൻ നമുക്ക്, നമ്മുടെ വളർച്ചയ്ക്ക് വിലങ്ങ് തടിയാണെന്നുള്ളൊരു ചിന്ത ഒരുപാട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപരൻ എനിക്ക് വിലങ്ങ് തടിയാണെന്നും അപരനെ ഇല്ലാതാക്കിയാലേ എനിക്ക് വളരാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്ത ഇന്ന് ഏറെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപരനെ ശത്രുവായിട്ട് കരുതുകയും അവനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഒരുപാട് കൊലപാതകങ്ങൾ ഇപ്രകാരമുള്ള കാര്യങ്ങളിലാണ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അത് രാഷ്ട്രീയ തലത്തിലും കുടുംബ വഴക്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കൊലപാതകങ്ങളുടെയും പുറകിലിരിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്. അപരനെ ശത്രുവായിട്ട് കാണുന്നൊരവസ്ഥ. ഈ ശത്രുവായിട്ട് കാണുന്ന അവസ്ഥയാണ് കായേല് ആബേലിനെ കൊല്ലാനായിട്ടിടയായതും. ആബേലിന് ഒരിക്കലും കായേലിന് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. പക്ഷേ കായേലിൻ്റെ മനസ്സിൽ തെറ്റായിട്ടുള്ളൊരു ധാരണ രൂപപ്പെട്ടു.
തൻ്റെ വളർച്ചയ്ക്ക് ആബേൽ തടസ്സമാകും. അതുകൊണ്ട് അവനെ ഉന്മൂലനം ചെയ്യണം. തൻ്റെ സ്വതന്ത്രമായ വളർച്ചയിൽ വിഘാതമായി നിൽക്കുന്നവൻ തൻ്റെ ശത്രുവാണെന്ന് കരുതുന്ന ഒരു മനോഭാവം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ദുശൂദനകളാണ് ഇത്. കായേൽ ആബേലിനെ വധിച്ചപ്പോൾ സംതൃപ്തനായോ എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഈ കൊലപാതകം കഴിഞ്ഞ് കായേൽ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? എല്ലാവരും എന്നെ വെറുക്കുന്നു, കാണുന്നവരെല്ലാം എന്നെ കൊല്ലുവാൻ തുടങ്ങുന്നു. അതായിരുന്നു കായേലിനുണ്ടായിരുന്ന പരാതി. ആബേലിനെ കൊന്നാൽ തൻ്റെ വളർച്ച നടക്കും എന്ന് കരുതിയിരുന്ന കായേല് കൊന്നു കഴിഞ്ഞപ്പോൾ അതിലുമേറെ ദുഃഖത്തിൽ ആധിക്യത്താൽ നിരാശ പൂണ്ടു എന്നുള്ളത്. അപരന് ദുഷ്കീർത്തി ഉണ്ടാക്കിയാൽ, അപരന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാൽ, അപരന് അപരാധമുണ്ടാക്കിയാൽ അത് സംതൃപ്തി നൽകുകയില്ല, സന്തോഷം നൽകുകയില്ല. മറിച്ച് അതവനെ നിരാശയിലേക്ക് നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറിയം നൽകുന്ന പാഠം നമ്മുടെ മനസ്സിലുണ്ട്. എലിസബത്തിനെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന എലിസബത്തിനെ സഹായിക്കാനായിട്ട് കിലോമീറ്ററുകൾ, മൈലുകൾ താണ്ടി ഓടിപ്പോയ അനുഭവം. എലിസബത്തിന് തൻ്റെ സഹായം ആവശ്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ തൻ്റെ ബുദ്ധിമുട്ടുകൾ മറന്നിട്ട് എലിസബത്തിനെ സഹായിക്കാനായിട്ട് ഓടിപ്പോയ പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, നാമും പ്രേക്ഷിതരായിട്ട് വർത്തിക്കാനായിട്ട് മനസ്സ് കാണിക്കുമ്പോൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നതോടൊപ്പം തന്നെ മനുഷ്യരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അവനെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകുക. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീഞ്ഞ് തീർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. വീഞ്ഞ് തീർന്നു പോകും. പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമുക്കുണ്ടായി എന്ന് വരും. അപ്പോഴൊക്കെ മറിയം പറഞ്ഞു പോലെ അവൻ പറയുന്നു പോലെ ചെയ്യുക, അവൻ പറയുന്നു പോലെ ചെയ്യുക. ദുഃഖങ്ങളുടെ മധ്യത്തിൽ, തകർച്ചകളുടെ മധ്യത്തിൽ ദുശീലങ്ങൾക്ക് അടിമപ്പെടുകയല്ല വേണ്ടത്, കുറ്റാരോപണങ്ങൾ നടത്തുകയല്ല വേണ്ടത്. മറിച്ച് തമ്പുരാനിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുക. അവൻ പറയുന്നത് എന്താണെന്ന് ശ്രവിക്കാനുള്ള മനസ്സുണ്ടാകുക. തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ നന്മ വരുത്തും, സമാധാനം വരുത്തും. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല പ്രേക്ഷിതരാകാം. നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി അപരനോട് കാരുണ്യം കാണിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് വ്യാഖ്യാനം കൊടുക്കുന്ന ജീവിതത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയട്ടെ. അതിന് ഈ കൺവെൻഷൻ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടെ ഈശോ മിശിഹായ്ക്ക്